സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെയും മറന്നുപോയ ചരിത്രങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക് മുന്നിൽ വീണ്ടും കാഴ്ചവെക്കുകയാണ് ജെൻസി ഫ്രീഡം റീവിസിറ്റഡ് റീതിങ്കിങ് ദ സ്ട്രഗിൾ. മഹദിൻ അക്കാദമിയും ഉറവ പബ്ലിക്കേഷൻസും സംയുക്തമായി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പ്രശസ്ത ചരിത്രകാരനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ കെ എൻ കുറുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാതന്ത്ര്യം നാം ഇന്ന് അനുഭവിക്കുന്ന ഒരു അവകാശം, പക്ഷേ അത് നേടാൻ ഒരു ജനത നൽകിയ ത്യാഗങ്ങളുടെ കഥ എത്ര പേർക്കറിയാം? ദേശസ്നേഹത്തിന്റെ തീജ്വാലകൾ പടർത്തിയ പോരാട്ടങ്ങളുടെ ചരിത്രം, വിസ്മരിക്കപ്പെടുന്ന ധീരരുടെ ഓർമ്മകൾ, സ്വാതന്ത്ര്യത്തിന്റെ വില ഓർമ്മിപ്പിക്കുന്ന അപൂർവ കാഴ്ചകൾ. ഓരോ പ്രദർശന വസ്തുവും, ഓരോ ചിത്രവും, ഓരോ രേഖയും ഒരു കാലഘട്ടത്തിന്റെ ശബ്ദമായി സന്ദർശകരോട് സംസാരിക്കുകയായിരുന്നു. ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്നതിനപ്പുറം അതിനെ മനസ്സിലാക്കാനും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാനും യുവതലമുറയെ ക്ഷണിക്കുന്ന നവ്യാനുഭവമായി ജെൻസി ഫ്രീഡം റീവിസിറ്റഡ് മഹദിൻ അക്കാദമിയിൽ ഏറെ ശ്രദ്ധേയമായി. 1920 മുതൽ വാസ്തവത്തിൽ ഫ്രീഡം കിട്ടുന്നത് വരെയുള്ള രേഖകളുടെ ഒരു ശേഖരണം ഞാൻ എൻ്റെ ചരിത്ര വിദ്യാർത്ഥിയായത് മുതൽ അധ്യാപകനായത് മുതലുള്ള കളക്ട് ചെയ്ത് വെച്ചതാണ്. പല ദിക്കിലും ഞാനിത് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഗാന്ധിജിയുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലം ഇതുപോലെ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് അത് കൊടുത്തുകൊണ്ട് ഈ രേഖകൾ കാണിക്കുമ്പോൾ ആ കാലഘട്ടത്തിലൂടെ ഒരു യാത്രയാണ് ഞാൻ ചെയ്യുന്നത്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് മുതൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം വരെയുള്ള ആ പടങ്ങൾ വാസ്തവത്തിൽ വലിയ ഒരു ബോധോദയം വിദ്യാർത്ഥികളുണ്ടാക്കുന്ന ചരിത്ര പ്രദർശനമാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇത് കണ്ടിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും വടകരയിലും സ്കൂളുകളിലായിട്ട് ഈ എക്സിബിഷനിൽ മാദിൻ്റെ വളർച്ചയിലെ ഒരു ഘട്ടമായിട്ടാണ് ഞാനിത് കാണുന്നത്. മാദിൻ കൊർദോവ പോലുള്ള ഒരു കേന്ദ്രമായിട്ട് വളരും, ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് വളരും. എൻ്റെ കഴിവുകൾ ഞാനിതിനെല്ലാം വേണ്ടി ഉപയോഗിക്കണം. തങ്ങളെപ്പോലെയുള്ള ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനെ ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും സെക്കുലർ ആയിട്ടുള്ള ആളാണ് അദ്ദേഹം. പറയൽ മാത്രമല്ല, അനുഷ്ഠിക്കുന്ന വ്യക്തി.